ബാബുക്കയുടെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെയായി ഇശൽ വസന്തത്തിന്റെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിന്ധു ചേച്ചി, ബാബുക്കയുടെ കുറേയധികം ഓർമ്മകൾ എനിക്ക് തോന്നുന്നു സിന്ധു ചേച്ചിക്ക് പങ്കുവെക്കാനായിട്ടുണ്ടാവും. സിന്ധു ചേച്ചി ഒരു കോഴിക്കോടുകാരിയാണ്. അപ്പോൾ പാട്ടുവിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ബാബുക്കനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ബാബുക്ക ജനിച്ച കോഴിക്കോട്ടുകാരിയായിട്ട് ജനിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കോഴിക്കോട്ടുകാരുടെ പരിപാടികൾ, എന്ത് പരിപാടി എടുത്താലും ബാബുക്കയുടെ പാട്ട് പാടാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. എത്ര പാടിയാലും നമുക്ക് മതിവരാത്ത പാട്ടുകളാണ് ബാബുക്ക നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം മുരളിയേട്ടനും ഷമീർ ഭായൊക്കെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പാട്ടുകളുണ്ട് നമുക്ക് കേൾക്കാത്ത, നമ്മളറിയാത്ത പാട്ടുകൾ. അതിപ്പം പുതിയ തലമുറയിലെ കുട്ടികളൊന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ പാട്ടുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എത്ര പാട്ടുകളാണ്, എത്ര സ്റ്റേജിൽ ബാബുക്കയുടെ പാട്ടുകൾ പാടിയാലും നമുക്ക് ഒരിക്കലും മതിയാവില്ല. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാട്ടുകൾ വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര പാട്ട് ഓർമ്മകൾ വേണമെങ്കിലും നമുക്ക് പറയാം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബാബുക്കയുടെ ഏത് പാട്ടായിരിക്കും സിന്ധു ചേച്ചി പാടുന്നത്? ഒത്തിരി പാട്ടുകളുണ്ട്. പക്ഷെ അതിൽ കരളിൽ വിരിഞ്ഞ റോജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരളിൽ വിരിഞ്ഞ റോജ മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ, കരളിൽ വിരിഞ്ഞ റോജ മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ, ഖദീജ. ഇനി ബാബുക്കയെക്കുറിച്ച് സംസാരിക്കുന്നത്, ബാബുക്കയെക്കുറിച്ച് ഓർക്കുന്നത് ഇശൽ വസന്തത്തിൻ്റെ പ്രായോജകൻ കൂടിയായിട്ടുള്ള ശ്രീ സത്ത റിയൽ വേവാണ്. സർ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ബാബുക്കാനെ കുറിച്ച് പറയുമ്പോൾ ബാബുക്ക എന്ന ഒരൊറ്റ വേർഡ് മാത്രം മതി മലയാളികളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നറിയാൻ വേണ്ടി. ഒരുപാട് പാട്ടുകൾ ബാബുക്കാൻ്റെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ അത് സംവിധാനം ചെയ്തത് ബാബുക്കയാണെന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. എവിക്കാൻ്റെ ഒരുപാട് പാട്ടുകൾ സംവിധാനം ചെയ്തത് ബാബുക്കയാണെന്ന് അറിഞ്ഞു. ഇതുപോലത്തെ മൺമറഞ്ഞു പോയ പഴയകാല കലാകാരന്മാരെ പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇശൽ വസന്തം എടുത്ത ഈ ഒരു ദൗത്യം മാപ്പിളപ്പാട്ട് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദൗത്യമായിരിക്കും ഇതെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടേണ്ടത്. സോ ഇനി ബാബുക്കയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാട്ട് നമുക്ക് യുംന അജിനിലൂടെ കേൾക്കാം. മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ. മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ.
മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകം പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കേ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മുരളിയേട്ടനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ രാഘവ മാഷിൻ്റെ സംഗീതം, ദേവരാജൻ മാഷ് സംഗീതം, ബാബുക്കയുടെ സംഗീതം, ഇതൊക്കെ വേർതിരിച്ചറിയുകയും പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ഈ ലെജൻസിൻ്റെ ഇടയിൽ ബാബുക്ക എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. മുരളിയേട്ടൻ്റെ ഒരു ഗായകൻ മാത്രമല്ലല്ലോ മുരളിയേട്ടൻ്റെ ഒരു സംഗീത നിരൂപകൻ, സംഗീതത്തെക്കുറിച്ച് എഴുതിയ ആൾ, എത്രയോ പുസ്തകങ്ങൾ എഴുതിയ ആൾ. ആ തരത്തിൽ എങ്ങനെ ബാബുക്കയുടെ സംഗീതത്തെ കാണുന്നു എന്നറിയാനൊരു താല്പര്യം സ്വാഭാവികമായി നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവും. നമ്മുടെ സംഗീത സംവിധായകരാണ് നമുക്ക് നമ്മുടെ ഈ സംഗീതത്തിൻ്റെ വഴികളെ ഓരോ ദീപസ്തംഭങ്ങളായിട്ട് നിൽക്കുന്നത്. നമ്മൾ പാട്ടുകാരല്ല യഥാർത്ഥത്തിൽ സംഗീതത്തെ വികസിപ്പിച്ചത് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അത് 1954 രാഘവ മാഷ് നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ അതുവരെയുള്ളതിൽ നിന്ന് പുതിയൊരു സാധനം ഉണ്ടാകുകയാണ്. അത് പിന്നെ ബാബുക്ക വരുന്നു, ദേവരാജ മാഷ് വരുന്നു, ദക്ഷിണാമൂർത്തി അതിന് മുമ്പേ ഉണ്ട്, രാഘവ മാഷക്കും മുമ്പേ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ എന്താ പറയുക മൈൽ സ്റ്റോൺസ് ആയിട്ട് നിൽക്കുകയാണ് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും. ബാബുക്കയുടെ പാട്ടുകൾ പലതും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എസ് ജാനകിയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ, ഈ യേശുദാസിൻ്റെ പാട്ടുകളെക്കാൾ കൂടുതൽ. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് സ്ത്രീ ജീവിതമായിരുന്നു പ്രധാനപ്പെട്ട സിനിമയുടെ വിഷയം. അപ്പം അന്ന് അമ്മുക്കുട്ടിയായാലും ഇരുട്ടിൻ്റെ ആത്മാവിലെ അമ്മുക്കുട്ടി പാടുന്നതും ഒളവും തീരത്തിലെ നബീസു പാടുന്നതും ഒക്കെ അവരുടെ ജീവിതമാണ് പാടുന്നത്. അതിൽ ഇടക്കൊന്നു ചിരിച്ചും ഇടക്കൊന്നു കരഞ്ഞും ഇടവാപ്പാതിയും ഓടിയെത്തി, ഇടവാപ്പാതിയും ഓടിയെത്തി. ഇനി അതിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അംശം എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ. നബീസ് പാടുന്ന പാട്ടിൽ ഒരു മാപ്പിള അംശം ഉണ്ട്. എങ്ങനെ അത് ഞാൻ പറയാം. അതായത് മനുഷ്യനായി ജനിപ്പിച്ചു, മോഹിക്കാൻ പഠിപ്പിച്ചു, മധുരിക്കുമാശ കാട്ടി കൊതിപ്പിച്ചു, മനസ്സിൻ്റെ ശോകങ്ങൾ മറക്കുവാൻ കൂടിയൊന്നു. അടുത്ത് നോക്കിക്കോളൂ. പഠിപ്പിച്ചതില്ലല്ലോ പടച്ചവൻ. ചെറിയൊരു സമയത്തിനുള്ളിൽ സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല അത്. ഇപ്പോൾ രാഘവ മാഷ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് എങ്ങനെയാണ്. ഇപ്പോൾ സംഗീതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിക്കൽ മ്യൂസിക് എന്നോ ഒന്നുമല്ല. നമ്മുടെ ഭാവപരതയെ എങ്ങനെയാണ് ആഴങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റേ ദേവരാജ മാഷാണെങ്കിൽ വെറും സിമ്പിളായിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു തമ്മിൽ ഈ ഗമകപ്രയോഗങ്ങൾ തീരെ ഇല്ലാതെ ഇപ്പോൾ വെറും നോട്ട്സ്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് ഒറ്റ നോട്ടാ, 100ൻ്റെ നോട്ട് കൊണ്ടാറാട്ട് ഒറ്റ. കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണെൻ്റെ നീരാട്ട്. ഇനി നോക്കിക്കോ. അച്ഛനും അമ്മയ്ക്കും 1000 വീതം ഒറ്റ നോട്ടാ, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 50 വീതം. എല്ലാം ഓരോ നോട്ടുകളാണ്. അച്ചാരം നൽകിയിട്ട് കല്യാണം. അതായപ്പം ദേവരാജ മാഷ ഒന്നും കൂടി പാട്ട് ഇവിടെ. സീമന്തിനി ഉണ്ടോ നിന്റെ ചോടികളി. രാഘവ മാഷ അങ്ങനെയല്ല വരിക. കരിമുകിൽ ഉണ്ടോ ഗമകൾ. കാറ്റിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ
വാടി. എല്ലാറ്റിനും ഇൻ ബിറ്റ്വീൻ ഓരോ നോട്ടിൻ്റെ ഇടയിൽ പ്രയോഗങ്ങളുണ്ട്. അതെ. ദേവരാജ മാഷ അങ്ങനെ വരില്ല. അത് നമുക്ക് വലിയ സ്റ്റഡി ചെയ്യേണ്ട സംഗീത വിദ്യാർത്ഥികളും സംഗീതകാരന്മാരും മ്യൂസിക്കോളജിസ്റ്റുകളും ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരുപക്ഷെ അങ്ങനെ ഒരു പഠനത്തിന് തുടക്കവുമാവട്ടെ ഈശൽ വസന്തം എന്ന ഈ പരിപാടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. വിവിധ കലാകാരന്മാരുടെ അടുത്ത് ഓരോ സൃഷ്ടികൾ എത്തുമ്പോൾ അതിന് കിട്ടുന്നൊരു വൈവിധ്യം, പ്രത്യേകിച്ച് ബാബുക്കയുടെ ഈ എപ്പിസോഡിൽ ഏതൊരു പാട്ടുകാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബാബുക്കാൻ്റെ ഒരു പാട്ട് മനോഹരമായി പാടുക എന്നുള്ളത്. അങ്ങനെ മാപ്പിളപ്പാട്ടിൽ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു സിംഗറേ ഉള്ളൂ, അത് വിളയിൽ ഫസീലത്തെയാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു അഫ്സൽക്ക് ആ പാട്ട് ഇന്നിവിടെ പാടുന്നുണ്ട് തോന്നുന്നു. നമുക്ക് എന്തായാലും ആ പാട്ട് അഫ്സൽക്കയുടെ ശബ്ദത്തിൽ കേൾക്കാം. ബാബുക്കയുമായി ഫസീലത്തെ ഓർമ്മിക്കലായി കൂട്ടത്തിൽ ആ ഗാനം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആസ്വദിക്കാം. വിശ്വപ്രപഞ്ചത്തിൻ ആകെ റസൂലേ, വിശ്വാസികൾക്ക് ഹബീബേ, കരിമേഘമാലയിരുൾ തീർത്തമാനത്ത് കനിവായി വിടർന്ന നിലാവേ, വിശ്വപ്രപഞ്ചത്തിനാകെ റസൂലേ, വിശ്വാസികൾക്ക് ഹബീബേ, കരിമേഘമാലയിരുൾ തീർത്തമാനത്ത് കനിവായി വിടർന്ന നിലാവേ. ഞങ്ങൾ തൻ പാപം തായിഫിൽ നിന്നും അങ്ങയെ കല്ലെറിഞ്ഞു, ഞങ്ങൾ തൻ പാപം തായിഫിൽ നിന്നും അങ്ങയെ കല്ലെറിഞ്ഞു, ഹക്കിൻ്റെ രക്തം ദയയായി കിനിഞ്ഞു, പൂമുല്ലപ്പല്ലൊഴിഞ്ഞു, ഹക്കിൻ്റെ രക്തം ദയയായി കിനിഞ്ഞു, പൂമുല്ലപ്പല്ലൊഴിഞ്ഞു, വിശ്വപ്രപഞ്ചത്തിൻ ആകെ റസൂലേ, വിശ്വാസികൾക്ക് ഹബീബേ, കരിമേഘമാലയിരുൾ തീർത്തമാനത്ത് കനിവായി വിടർന്ന നിലാവേ. ഞങ്ങൾ തൻ ശൗര്യം ഒട്ടകത്തിൻ്റെ കുടൽമാലയായി ചമഞ്ഞു, ഞങ്ങൾ തൻ ശൗര്യം ഒട്ടകത്തിൻ്റെ കുടൽമാലയായി ചമഞ്ഞു, ആ കുടൽമാല നിസ്കാരവേളയിൽ അണിയിക്കുവാൻ തുനിഞ്ഞു, ആ
കുടൽമാല നിസ്കാരവേളയിൽ അണിയിക്കുവാൻ തുനിഞ്ഞു. വിശ്വപ്രപഞ്ചത്തിൻ ആകെ റസൂലേ, വിശ്വാസികൾക്ക് ഹബീബേ. കരിമേഘമാലയിരുൾ തീർത്ഥമാനത്ത് കനിവാൽ വിടർന്ന നിലാവേ. ഞങ്ങൾ തൻ ഗർവം കഅബത്തിൽ സർവം ബിംബങ്ങളായി കയറി. ഞങ്ങൾ തൻ ഗർവം കഅബത്തിൽ സർവം ബിംബങ്ങളായി കയറി. മക്കം ഫത്ഹിൻ കൊടികൂറയും കൊണ്ട് ദുൽദുൽ കുതിര പാറി. മക്കം ഫത്ഹിൻ കൊടുക്കൂറയും കൊണ്ട് ദുൽദുൽ കുതിര പാറി. വിശ്വപ്രപഞ്ചത്തിൻ ആകെ റസൂലേ, വിശ്വാസികൾക്ക് ഹബീബേ. കരിമേഘമാലയിരുൾ തീർത്ഥമാനത്ത് കനിവാൽ വിടർന്ന നിലാവേ. ബാബുക്കയുടെ വിശേഷങ്ങളും പാട്ടോർമ്മകളും ഒക്കെയാണ് ഇന്നത്തെ ഇശൽ വസന്തത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയുടെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം. ഇത് പാട്ടിൻ ഗതകാലം, ശ്രുതി മീട്ടിയ താഴ്വാരം. തന്നാനം 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 തന്നാനം, പുതുമകളാ പഴമകൾ തൻ കതിർ കൊയ്യും കേദാരം. തന്നാനം